തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച സ്ഥലമാണ് ഈ ഭീമാപള്ളി. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നതിനേക്കാളും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഭീമാപള്ളി ദർഗാ ഷെരീഫ്. ജാതി മത വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം എന്നൊരു പ്രത്യേകത കൂടെ ഈ ഭീമാപള്ളിക്കുണ്ട്. അങ്ങനെ ഞാനും ആദ്യമായിട്ട് ഒരു മോസ്കിന്റെ അകംഭാഗം കയറി കണ്ടു. കേരളത്തിലെ വളരെ പുരാതനമായ ഒരു മോസ്കാണിത്. ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ഈ പള്ളിയുടെ വളരെ മനോഹരമായിട്ടുള്ള പിങ്ക് കളർ തന്നെയാണ്. പിന്നെ കേരളത്തിലുടനീളം ഭീമാപള്ളി വളരെ ഫേമസ് ആവാനുള്ള മറ്റൊരു കാരണം വർഷാവർഷം നടക്കുന്ന ഭീമാപള്ളി ഉറൂസ് അല്ലെങ്കിൽ ചന്ദനക്കുടം മഹോത്സവമാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം 2025 നവംബർ 22 തുടങ്ങി ഡിസംബർ 2 അവസാനിച്ചത്. 3 ഖബറുകളാണ് ഈ പള്ളിയിലുള്ളത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട മാതാവ് ഭീമാ ബീവി, മകൻ ഷഹീദ് മാഹീൻ അബൂബക്കർ, പിന്നെ കല്ലടി ബാവ എന്ന ഒരു സിദ്ധന്റെയും ഖബറുകളാണ് ഇവിടെയുള്ളത്. മാതാവായ ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപള്ളി എന്ന നാമകരണം ഉണ്ടാവുന്നത്. ആതുര സേവനവും മതപ്രബോധനവുമായി കേരളത്തിൽ എത്തിച്ചേർന്നവരായിരുന്നു ഭീമാ ബീവിയും മകൻ ഷഹീദ് മാഹീൻ അബൂബക്കറും. രോഗികളും കഷ്ടതകൾ അനുഭവിക്കുന്നവരുമായ വിവിധ മതസ്ഥർ ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാം മതം സ്വീകരിച്ചു. മാർത്താണ്ഡവർമ്മ തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ മതാരോഹണം ഭീഷണിയായി കണ്ട രാജഭരണകൂടം ഇതിനെ എതിർത്തു. വിദേശികളായ ഭീമാ ബീവിയും മകനും കരം നൽകണമെന്ന് രാജഭരണകൂടം ഉത്തരവിട്ടു. കരം നൽകിയില്ലെങ്കിൽ നാടുകടത്തുമെന്നും രാജാവ് ഭീഷണിപ്പെടുത്തി. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന് മാത്രമേ കരം നൽകുകയുള്ളൂ എന്നായിരുന്നു മാഹീൻ അബൂബക്കറുടെ അഭിപ്രായം. അങ്ങനെ ഇവർക്കിടയിലുണ്ടായ പോരാട്ടത്തിൽ മാഹീൻ അബൂബക്കറിനെയും അനുയായികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മകന്റെ വേർപാടിലുണ്ടായ ദുഃഖം തളർത്തിയ ഭീമാ ബീവി 40 ദിവസത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തു. ഇവരെ ഖബറടക്കിയ സ്ഥലമാണ് പിന്നീട് ഭീമാപള്ളിയായി മാറിയത്. ഭീമാ ബീവിയുടെ ചരമവാർഷികത്തെ അടയാളപ്പെടുത്തുന്ന ഉത്സവമായി പിന്നീട് ഭീമാപള്ളി ഉറൂസ് മാറി. രോഗശാന്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി നിരവധി പേർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. തലയിൽ കുടം ചുമന്ന് പള്ളി ചുറ്റുക എന്ന ആചാരമാണ് പ്രധാനം. ഒരു കടലോര പ്രദേശമായ ഭീമാപള്ളിയിൽ രോഗശാന്തിക്കായുള്ള പ്രാർത്ഥനകളാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ സ്റ്റോറികൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്.